എബി. ഞാൻ മുളങ്ങുന്ന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 15-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉടമ്പടി എടുക്കാൻ വേണ്ടി. ഇവിടെ വരാൻ 2.5 മണിക്കൂർ മതി. പക്ഷെ ഇവിടെ വന്നത് 12:30 കഴിഞ്ഞു. കാരണം ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം വന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ തൊട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുത്ത് വെളിയിൽ പോകണമെന്നുള്ളതല്ല, എങ്ങനെയും മാതാവ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്നാണ്. എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞത് വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയായിരുന്നു. വീടും സ്ഥലവും വിൽക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വീടും സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷേ അത് വിൽക്കാൻ പറ്റുന്നില്ല. കുറേ ആളുകൾ വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് നോക്കും, പക്ഷേ അതിനെക്കുറിച്ചൊന്നും പിന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിടുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് നടക്കുന്നില്ലാതെ വന്നപ്പോഴത്തേന് ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം ഇതമ്മേ എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്നായിരുന്നു. രണ്ടാമതിൻ്റെ നിയോഗം എന്ന് പറഞ്ഞൊരു ഭവനമില്ലായിരുന്നു. ഭവനം എന്ന് പറഞ്ഞാൽ പഴയ വീടുണ്ടെങ്കിൽ പോലും അത് വളരെയേറെ പഴക്കം ചെന്നതായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകളായിരുന്നു. ആ ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മൾ പറ്റത്തില്ല. അപ്പം പുതിയൊരു ഭവനം നൽകണമെന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം. ആ നിയോഗത്തിൽ അമ്മ എന്നെ സാധിച്ചു തന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തു തുടങ്ങി. ആദ്യമേയൊക്കെ ഉടമ്പടി മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേനും പിന്നെയും തടസ്സങ്ങളാണ്. പ്രാർത്ഥനയെല്ലാം പറ്റുന്നില്ല, ക്ഷീണം, തളർച്ച, അങ്ങനെയൊക്കെ ഭയങ്കരമാണ്. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ പുരട്ടും. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുള്ളതാണ്. എങ്കിൽ പോലും ഡെയിലിയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. കാരണം അങ്ങനെ വിശുദ്ധ കുർബാന ഞായറാഴ്ച ഒരു ദിവസം കാണാം എന്നുള്ളൊരിതേ ഉള്ളൂ. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളൊരിതും ഇല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ദിവസവും ഇന്ന് വരെയും വിശുദ്ധ കുർബാന രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി ജോലി കഴിഞ്ഞ് വൈകിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞാണ് ഞാൻ വരാറുള്ളൂ. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കേസ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും നടക്കാതെ വന്നപ്പം ഞാൻ ഇവിടെ നിന്ന് ജോസഫ് അച്ഛനെ കാണുകയുണ്ടായി. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, തലയിൽ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നടക്കും, നീ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് അമ്മയോട് വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ വീട് സ്ഥലവും വിൽക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വീട് സ്ഥലവും വിൽക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗമായ എൻ്റെ വീടിൻ്റെ പുതിയൊരു വീട്, നല്ലൊരു വീട്, ഒന്നും ആഗ്രഹിക്കാത്തൊരു നല്ലൊരു സ്ഥലത്ത് എനിക്കൊരു നല്ലൊരു വീട് നൽകുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. മൂന്നാമത്തെ എൻ്റെ നിയോഗം, ഈ വെയിറ്റൊക്കെ ജോലി എടുക്കുമ്പോൾ എൻ്റെ കൈകളിൽ വെയിറ്റ് എടുക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു കൈകൾക്കൊക്കെ. കാരണം ചെറിയൊരു വെയിറ്റ് എടുത്താൽ പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലും പിന്നെയും അത് മരുന്ന് കഴിക്കും, പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഒന്നും കുറയുന്നില്ല. ഞാൻ എന്നും പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൈകളിൽ ഉടമ്പടി തൈലം ഞാൻ തേക്കുന്ന ഫലമായിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെയും എനിക്കൊരു വേദനയില്ല. എൻ്റെ മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ്റെ അനിയത്തിയുടെ ജോലിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ആദ്യമേ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ചിരിക്കുമായിരുന്നു, ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചമ്മ, എൻ്റെ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചമ്മ എൻ്റെ അനിയത്തിക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി അവൾക്ക് നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അനേകായിരം എനിക്ക് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഉടമ്പടിയിൽ വെക്കാത്തൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തൂടെ ഒരു ഓട പോകുന്നുണ്ട്. ആ ഓടയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓടയാണ്, പക്ഷേ അത് കലുങ്കിലോട്ടാണ് വെട്ടിവിടുന്നത്. കലുങ്കൊണ്ട് എങ്കിൽ പോലും നമ്മുടെ സ്ഥലത്തുകൂടി വെട്ടിവിടണമെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം നമുക്കെതിരെ തിരിയുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഞാൻ വേറുമായിരുന്നു ആ സ്ഥലത്തുകൂടി. അതിൻ്റെ ഫലമായിട്ട് ഓടയിലൂടെ തന്നെ കലുങ്കിലോട്ട് തന്നെയാണ് വെട്ടിവിട്ടിരിക്കുന്നത്. അത് തന്നെ വലിയൊരു ഉപകാരമാണ്. കാരണം ആ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് പിന്നെ ഇല്ല, അതുപോലെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഹോസ്പിറ്റലുകളിൽ പോയി ഞാൻ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പരിചരിക്കാൻ പോകുമായിരുന്നു. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എല്ലാവരെയും പരിചരിക്കുമായിരുന്നു. വീടുകളിലാണെങ്കിലും പോയി ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു ദിവസം ഞായറാഴ്ച കൊള്ളു, ഒരു ദിവസം എങ്കിൽ പോലും ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ കുറേ പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു. അമ്മയുടെ നാമത്തിൽ ഈ അനുഗ്രഹങ്ങൾ തന്ന 1000 നന്ദി പറയുന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആയിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ബൈബിൾ വായിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ സമയം നോക്കാറില്ല, ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും ആദ്യം തന്നെ പള്ളിയിൽ പോവുക, അല്ലെ രാവിലെ പോയി പള്ളിയിൽ കൂടുക, അല്ലെ വൈകിട്ട് പള്ളിയിൽ കൂടുക എന്നുള്ളൊരിതേ കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ
പ്രാർത്ഥന ചെല്ലും, കുടുംബ പ്രാർത്ഥന മാത്രമേ ചെല്ലുള്ളൂ, അല്ലാതൊരു പ്രാർത്ഥനയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കൂടെ നടക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുകയും മറ്റ് പ്രാർത്ഥനകൾ ചെല്ലുവാൻ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ അടുക്കൽ സാക്ഷ്യം പറയുന്ന ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റവും ഒപ്പം ലഭിച്ച അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് നമ്മൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ ഉടമ്പടി എടുത്തേക്കാമെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് ആൾക്കാരെ നിൽക്കുമ്പോഴും അല്ല ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോഴൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഇത് ഉടമ്പടി എപ്പോഴും ആരാധനയിലും അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് ദൈവവുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യ ദൈവബന്ധമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൽ പരിശുദ്ധ അമ്മ ഒരു മധ്യസ്ഥയായിട്ട് നിലകൊള്ളുക. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ദൈവം കൂടുതൽ അനുഭവിക്കാനായിട്ട് അവൻ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയേക്കാന്നല്ല, ഒരു വ്യക്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്വന്തം ജീവിതത്തിൻ്റെയും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്തേക്കാം, ഒരുപാട് നന്മകൾ ചെയ്തേക്കാം എന്നുള്ള വലിയൊരു പ്രഖ്യാപനവും വലിയൊരു വാഗ്ദാനവും ദൈവത്തിന് കൊടുക്കുന്നതാണ് ഉടമ്പടി ചെയ്തേക്കാം എന്ന് പറയണത്. അപ്പോൾ ആ ഒരു വാഗ്ദാനവും പ്രഖ്യാപനവും ഒരു വ്യക്തി ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം ആ യാത്രയെ ആശീർവദിക്കുന്നതാണ് ഈ കാണുന്ന സാക്ഷ്യങ്ങളൊക്കെയും. ഈ മകൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വെച്ച അനുഭവങ്ങൾ, ഇപ്പോൾ വീടും സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിലും വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യമാണെങ്കിൽ ഇതെല്ലാം ഒരു ദൈവികമായിട്ടുള്ള ഉടമ്പടിയുടെ ജീവിതത്തിനോടൊപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് താനും. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ഇനിയും കൂടുതൽ അനുഭവങ്ങളുണ്ടായി ഇതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുവാൻ ഈ ഉടമ്പടി ജീവിതം ഈ മകൻ ഇനിയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി വ്യക്തിക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അപ്പോൾ അതിലേക്ക് നയിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.